വി.ഡി. സതീശൻ പണി തുടങ്ങിയ മക്കളെ, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറിന് 8ന്റെ പണി കിട്ടാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അരുൺകുമാറിനെ ഞങ്ങൾ വെറുതെ വിടൂല എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ചെറിയ ഇതിൽ പല്ല് വേദനയുണ്ട്, പല്ല് എടുത്തതാണ്. അപ്പോൾ പ്രസന്റേഷൻ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ കുടുങ്ങാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതിനുശേഷം അതായത് കുറേ പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ നന്ദിയുണ്ട്. അതായത് ഞാൻ കൊടുക്കുന്ന എല്ലാ വാർത്തയും ശരിയാവുന്നുണ്ട്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞതും ഏകദേശം ശരിയായി. ഏകദേശം എന്നല്ല, ഫുള്ളായിട്ട് ശരിയായി. അതിനുശേഷം കോൺഗ്രസ് 102 സീറ്റ് നേടുന്നു പറഞ്ഞതും ശരിയായപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്തയൊക്കെ ശരിയാണ്. സാക്ഷാൽ മറുനാടൻ പോലും പറഞ്ഞത്, നിങ്ങൾ നോക്കി, ചങ്ങായിയായ മറുനാടൻ പറഞ്ഞത് കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് എന്നാണ്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചിട്ട് എന്താണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ശരിയായതിന് കുറേ പ്രേക്ഷകർ താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഓക്കെ, പിന്നീട് വി.ഡി. സതീശൻ ചില പോലീസുകാരുടെ തൊപ്പിൻ തെറിപ്പിക്കും, അതുറപ്പാണ്. അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതും ചെയ്യും. ഒരു കാര്യം പറയുകയാണ്, ഏറ്റവും അവസാനം വരുന്ന വാർത്ത, വി.ഡി. സതീശൻ പുതിയതായിട്ട് പ്രഖ്യാപിച്ചത്, അതായത് എൻ്റെ പിറകിൽ ഇപ്പോൾ പിണറായി വിജയൻ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ 10-25 വാഹനം ഉണ്ടാവും. എന്നാൽ വി.ഡി. സതീശൻ പറയുകയാണ്, ഇനി അങ്ങനെ വേണ്ട, എൻ്റെ പിറകിൽ 1-2 വാഹനം മതി, വെറുതെ ചെലവ് കൂട്ടണ്ട. പെട്രോളിനൊക്കെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പെട്രോളിന് വില കൂട്ടിയ സമയമാണ്, വെറുതെ എന്തിന് പെട്രോൾ പാഴാക്കണം. അതിനുശേഷം എത്രയോ സ്റ്റാഫ് വെക്കേണ്ടി വരും, അതൊക്കെ എന്തിനു വെക്കുന്നു? അപ്പോൾ എന്നെ സുരക്ഷിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ വെറും 2 വണ്ടി മതി, പിണറായി വിജയനെ പോലെ 10-20 വണ്ടി വേണ്ട എന്നാണ് നമ്മുടെ വി.ഡി. സതീശൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഇന്ന് കാസർഗോഡിന്റെ സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായിരുന്ന എം.എ. അശ്വിനി വലിയൊരു പ്രതിഷേധം, അതായത് KSRTC ബസ്സിൽ വനിതകൾക്ക് ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധമാണ് അറിയിച്ചത്. എന്നാൽ അവർ ചില കാര്യങ്ങൾ പറയുകയാണ്. അശ്വിനി, അതായത് സ്ത്രീ സുരക്ഷയില്ല, സ്ത്രീകളെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കുന്നില്ല. അശ്വിനിയോട് ഒരു കാര്യം പറയുകയാണ്, നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ അശ്വിനിയെ? സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് ആണ് പ്രഖ്യാപിച്ചത്, വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് പ്രഖ്യാപിച്ചത്. ഉറപ്പായിട്ടും സ്ത്രീകൾക്ക് ടിക്കറ്റ് ഉണ്ടാവില്ല. പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന അശ്വിനി കാണാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഞാൻ വെക്കാം. അതായത് BJPയുടെ വലിയൊരു നേതാവായ ബീഹാറിലെ വിദ്യാഭ്യാസ നേതാവ് പറയുകയാണ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട, അവർ വീട്ടിലിരിക്കട്ടെ എന്ന്. നാണവും മാനവും ഇത്തിരി എളുപ്പമുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ വൃത്തികെട്ട ജന്തുവായ വിദ്യാഭ്യാസ മന്ത്രിക്കറിയാം, വിദ്യാഭ്യാസം വന്നാൽ ആരും BJP വോട്ടിടത്തില്ല എന്നാണ്. നിങ്ങൾക്ക് നാണവും മാനവും എളുപ്പമുണ്ടോ? അപ്പോൾ നമുക്ക് ഡോക്ടർ അരുൺകുമാറിന് 8ന്റെ പണി കിട്ടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. റിപ്പോർട്ടർ ചാനലിൽ ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ ഡോക്ടർ അരുണും ഈ കോൺഗ്രസിനെയും UDFനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതാവ് വി.ഡി. സതീശനെ വ്യക്തിഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കഥകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ രാജ്യം, ഈ കേരള സമൂഹം ആരെ കൂടെ? വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ പിന്നിൽ അണിനിരന്നു. ഓക്കെ, മറ്റൊരു നടക്കുന്ന വാർത്ത വരുന്നുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വി.ഡി. സതീശനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഏറ്റവും അവസാനമായി പറയുന്നുണ്ട്. അത് വെച്ച് തരാം. ഇവിടെ അരുൺകുമാറിനെ ഒരിക്കലും വിടത്തില്ല. ഓക്കെ, അതായത് കുടുംബത്തിൽ കയറി കളിക്കാൻ ഇവനൊക്കെ ആര് ലൈസൻസ് കൊടുത്തു? ഇതൊക്കെ പുറത്ത് വരുന്നതേ ഉള്ളൂ. ചില പോലീസ് ഉദ്യോഗസ്ഥർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം വെച്ച് തരാം. അതിനു മുമ്പ് ചില പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വി.ഡി. സതീശന്റെ കാല് പിടിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണണം. ഓക്കെ, Thank you. Thank you. I know him. He was my SP. Suppose നമ്മുടെ ദീപക് നക്ക സർ first initial some proceedings are there to meet the governor. Yes, sir. And I have to fix the date. Yes, sir. Then I will inform you tonight itself. Yes, sir. I will submit all the details also. Thank you, sir. Okay. Yes, sir. Be in touch with you. Okay. Thank you. കാലും കയ്യും പിടിക്കുക. 10 വർഷം പിണറായി വിജയൻ എന്ത് പറയുന്നു അത് കേട്ടിട്ട് ഇപ്പോൾ ചാവുകയാണ്. ഓക്കെ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും, ഓരോ ലീഗ് പ്രവർത്തകന്റെയും, ഓരോ UDF പ്രവർത്തകന്റെയും ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന് ശേഷം കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. ഒരുപറ്റം മാധ്യമപ്രവർത്തകരും
ഇടതുപക്ഷവും BJPയും ചില സമുദായ നേതാക്കന്മാരുമൊക്കെ വനവാസം കൽപ്പിച്ച വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായിരിക്കും. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള വീഡിയോകളുമായി പരസ്പരം സംബന്ധിച്ചത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഡൽഹിയിൽ നിന്നുള്ള KC വേണുഗോപാലിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ആ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മനോഹരമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശ്രീ VD സതീശൻ എൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചു, അല്ല KC, നിയമസഭാ കക്ഷിയിൽ അങ്ങേക്കായിരുന്നില്ല ഭൂരിപക്ഷം, എന്നിട്ടും ഇതൊരു സ്വാഭാവികമായ നീതിയുടെ ലംഘനമല്ലേ നടന്നിരിക്കുന്നത്? KC ഇത് കേട്ടിട്ട് ചിരിച്ചിട്ടങ്ങ് നടന്നുപോയി. എൻ്റെ മനസ്സിൽ തോന്നിയ ചോദ്യം മെമ്പർ താഹിറിൻ്റെ ചോദ്യമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇതേ KCയെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഹൈക്കമാൻഡ് നൂലിൽ കെട്ടി ഇറക്കാൻ ശ്രമിക്കുന്നു എന്ന് വാർത്ത കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ നീതി നിഷേധമെന്ന് പറയാൻ ചില്ലറ ഉടുപ്പൊന്നും പോരാ. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരോടാണ്. ചില മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് കുത്തിത്തിരിപ്പാണ്. അതിന് നമ്മുടെ നേതാക്കന്മാർ പലപ്പോഴും നിന്നു കൊടുക്കാറുണ്ട്. നിന്നു കൊടുക്കാതിരിക്കേണ്ട ബാധ്യത നമ്മൾ പ്രവർത്തകർക്കുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താ കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ചില പ്രവർത്തകർ എന്നെയും വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ട് എങ്കിൽ ആ ഫോറത്തിലാണ് പറയേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 3 നേതാക്കന്മാരിൽ 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരല്ലേ? ആർക്കെങ്കിലും യോഗ്യതയില്ലായ്മയോ അധിക യോഗ്യതയുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെയും KC വേണുഗോപാലിൻ്റെ പടമുള്ള ഫ്ലക്സ് ബോർഡ് കത്തിക്കുക. ഉമ്മൻചാണ്ടി സാറ് കത്തുന്നത് കാണുന്നത് കോൺഗ്രസ്സുകാരനാ? VD സതീശൻ്റെ പടമുള്ള ഫ്ലക്സിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുക. VD സതീശൻ്റെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാര? ഇവരൊക്കെ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അങ്ങനെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPM-ൻ്റെയും BJP-ക്കാരൻ്റെയും നിരന്തരമായ തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമുണ്ടാകുമെന്നല്ലാതെ തഴമ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇത് ഇപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനാണെന്ന്. ഇന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പറയാൻ ഏറ്റവും യോഗ്യം ഞാനാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും അധികം തവണ ജയിലിലടച്ചത് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ, സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിലടച്ചൊരു സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു മടിയുമില്ല. ശ്രീ KC വേണുഗോപാൽ ഇത്രയേറെ അധിക്ഷേപിക്കപ്പെടുവാൻ, ഇത്രയേറെ അപമാനിക്കപ്പെടുവാൻ, അപഹസിക്കപ്പെടുവാൻ, ശപിക്കപ്പെടുവാൻ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം പൊതുവിടത്തിലേക്ക് വന്ന ഏതെങ്കിലും നേതാക്കന്മാരെ അപമാനിച്ചു? അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, VD ആഗ്രഹിച്ചിട്ടുണ്ടാകാം, RC ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്താ തെറ്റ്? VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെറ്റുമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടമനുസരിച്ച് VD മുഖ്യമന്ത്രിയാകട്ടെ എന്നോ, RC മുഖ്യമന്ത്രിയാകട്ടെ എന്നോ, KC മുഖ്യമന്ത്രിയാകട്ടെ എന്നോ എന്ന് പറയാം. പക്ഷെ അതിൻ്റെ പേരിൽ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല. ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു, പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, ആശുപത്രിയിൽ കിടക്കുന്ന സോണിയാഗാന്ധിക്ക് നേരെ വരെ അപമാന പ്രചരണങ്ങളുണ്ടായി, മല്ലികാർജ്ജുന ഖാർഗെ നിരന്തരമായി വേട്ടയാടി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എന്ത് തരം UDF സംസ്കാരമാണ്? എന്ത് തരം കോൺഗ്രസ് സംസ്കാരമാണ്? ശ്രീ KC വേണുഗോപാൽ കുറേ ആളുകൾ പറയുന്നത് കേട്ടു പെട്ടിതൂക്കിയാണെന്ന്. എന്ത് പെട്ടിതൂക്കി? കണ്ണൂരിൽ പയ്യന്നൂർ പോലൊരു പാർട്ടി ഗ്രാമത്തിൽ KSUവിൻ്റെ സംഘടനാ പ്രവർത്തകനായി കടന്നു വന്ന് SFI-ക്കാരൻ്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന് KSU പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, ഒരു കോൺഗ്രസ്സുകാരന് ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴയിൽ നിന്ന് MLA ആയ ആളാണ്. ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരന് ഏറ്റവും ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴ പാർലമെന്റിലെ മെമ്പറാണ്. 2019 19 ജയിച്ചപ്പോഴും നമ്മൾ തോറ്റുപോയ മണ്ഡലത്തിൽ 24 തിരിച്ചുപിടിച്ച ആളാണ് KC വേണുഗോപാൽ. അയാൾ എങ്ങനെയാണ് നൂലിക്കെട്ടിറക്കിയ ആളായി മാറുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജനായത്ത് അംഗീകാരം നേടിത്തന്നെയാണ് MLA-യും MP-യും മന്ത്രിയും ഒക്കെയായി ശ്രീ KC വേണുഗോപാൽ മാറിയത്. അദ്ദേഹം ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയിലെ ഏറ്റവും സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയിട്ടില്ലാത്ത ആളാണ് ശ്രീ KC വേണുഗോപാൽ. മാത്രമല്ല, വെള്ളാപ്പള്ളി ഇവരെ 3 പേരെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ചുട്ടികൂത്തിയ 3 പേരിൽ ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. എന്നിട്ടും ജയിച്ചു വന്നു. ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ നേതാക്കന്മാർ ക്ലാരിറ്റി ഉള്ളവരാണ്. സമുദായ നേതാക്കന്മാരെ കേൾക്കും എന്ന് കരുതി അവരുടെ ആരുടെയും തിണ്ണനിറങ്ങാൻ നമ്മുടെ ഒരു നേതാവും
പോകാറില്ല. അത് രമേശ് ചെന്നിത്തലയും പോകാറില്ല, പി ഡി സതീശനും പോകാറില്ല, കെ സി വേണുഗോപാലും പോകാറില്ല. ഈ രാജ്യത്ത് കെ സി വേണുഗോപാൽ രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് 2019 ശേഷമാണ്. അതായത് കോൺഗ്രസ് തോറ്റു തുന്നം പാടി രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചു പോയി അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും അധികാരവും തേടിപ്പോയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആളാണ്. പിന്നെയും തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കെ സി നമ്മൾ ഓർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പാല് സൊസൈറ്റിയിൽ തോറ്റാൽ പോലും നമ്മൾ പറയും കെ സി ആണ് ഉത്തരവാദി. വിജയങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക്, പരാജയങ്ങളെല്ലാം കെ സി വേണുഗോപാൽ. അയാൾ മറുത്തൊരു അക്ഷരവും മിണ്ടിയിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അയാളുടെ കോൺട്രിബ്യൂഷൻ ചെറുതാണ്. പാർട്ടി വിട്ട് കോൺഗ്രസിൽ നിന്ന് പിന്തുണയോടുകൂടി MLA ആയ തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാഷ് ആദ്യം നന്ദി പറഞ്ഞത് കെ സി വേണുഗോപാലിനാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്ന ജി സുധാകരൻ ആദ്യം നന്ദി പറഞ്ഞത് കെ സി വേണുഗോപാലിനാണ്. അതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കന്മാരും മത്സരരംഗത്തേക്ക് പോയപ്പോൾ ഒരു വിമതൻ പോലും ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ച നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ. അദ്ദേഹം MLA ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ MLA മാർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച MLA മാരൊക്കെ പെട്ടിതൂക്കികളാണോ? ആലപ്പുഴയിലെ തോമസിനെ ആക്ഷേപിക്കുന്നുണ്ട്. ഗൺമാന്റെ അടി കൊണ്ട്, തലക്കടി കൊണ്ട് ആശുപത്രിയിൽ കിടന്ന തോമസിനെ കാണാൻ പോയ ഒരാളാണ് ഞാൻ, കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അവനെങ്ങനെയാണ് പെട്ടിതൂക്കിയാകുന്നത്? സന്ദീപ് വാര്യർ അധിക്ഷേപിക്കുന്നത് കേട്ടു. BJPയുടെ വിധ്വംസക രാഷ്ട്രീയത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഹൊയ് ഹൊയ് പാടിയ ആളുകളാണ് നമ്മൾ. അതേ നമ്മൾ സന്ദീപ് വാര്യരെ ഇപ്പോൾ അധിക്ഷേപിക്കുന്നത് കാണുന്നു. എന്ത് തരം രാഷ്ട്രീയമാണത്? എനിക്ക് ഏറ്റവും വേദന തോന്നിയത് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിക്കണമെന്ന് ചില ആളുകൾ പറയുന്നത്. ശരിയാ, മാത്യുവിനെ തോൽപ്പിക്കണം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അയാളോട് മറുപടികൾ പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു കുഴൽനാടൻ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മകളും അഴിമതിക്കാരാണ്, മാസപ്പടി വാങ്ങുന്നവരാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാത്യുവിനെ CPM തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മളും ഒപ്പം ചേർന്ന മാത്യു എളുപ്പത്തിൽ തോറ്റോളൂ. പിന്നൊന്ന് ഷാഫി പറമ്പിലിനെ വടകരയിൽ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല. ശരിയാ, അവിടുത്തെ CPMകാരും BJPക്കാരും SDPIക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ കാലുകുത്തിക്കരുന്ന്. നമ്മളും കൂടെ കൂടിയ ഷാഫി പറമ്പിലിന് കാലുകുത്താൻ കഴിയില്ല. നമ്മളത് ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും അധികം നേതാക്കന്മാരും അതുപോലെ തന്നെ MLA സ്ഥാനാർത്ഥികളും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാലാവസ്ഥ നോക്കാതെ, വെയിലാണോ മഴയാണോ നോക്കാതെ, രാവാണോ പകലാണോ എന്ന് നോക്കാതെ ആളെ കൂട്ടാനും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഷാഫി പറമ്പിൽ വേണമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പോലും അറിയാത്തൊരു വിഷയത്തിൽ അദ്ദേഹം അൺപോപ്പുലർ ആകണം, അദ്ദേഹത്തിനെതിരെ വെറുപ്പ് നമ്മൾ പടർത്തണം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം. CPMകാരും പറഞ്ഞിട്ടില്ല, അത് അധിക്ഷേപം വരെ നമ്മൾ പറയണം. നല്ല രീതിയാണ്. ലിജുവിനെ ആക്ഷേപിക്കുന്നുണ്ട്. ലിജു ചേട്ടൻ്റെ കായംകുളത്ത് വെച്ചിട്ടുള്ള കണ്ണീരോട് കൂടിയിട്ടുള്ള പ്രസംഗം കണ്ടിട്ട് കരച്ചിൽ വന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വലിയ ലിജു ഫാനോ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടറോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ലിജു ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം ഹി ഡിസർവ്സ് ദാറ്റ്. ആ ലിജു ചേട്ടനെ ഇപ്പോൾ നമ്മൾ തോൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ആളുകളെ തോൽപ്പിക്കണം. ശരി, എല്ലാവരും തോൽപ്പിക്കാം. സന്ദീപ് വാര്യർ തൊട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജയിച്ച സുധീർ ഷാ പാലോടിനെ വരെ നമുക്ക് തോൽപ്പിക്കാം. എന്നിട്ട് CPMനും BJPക്ക് എളുപ്പമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാം. പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, ലീഗിൻ്റെ പ്രവർത്തകരെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് ഞാൻ, പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും, എന്നെ പാർട്ടി കേട്ടിട്ടില്ല എന്നറിഞ്ഞിട്ടും, എന്നോട് നീതിയല്ല കാണിച്ചതെന്ന് ബോധ്യമുണ്ടായിട്ടും, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഒരു മൗനം കൊണ്ട് പോലും, ഒറ്റ വരി കൊണ്ട് പോലും അസ്വസ്ഥത രേഖപ്പെടുത്താതെ ഈ പാർട്ടിക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലും പാർട്ടിയാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അഭ്യർത്ഥനയാണ്. ഇനിയെങ്കിലും നമ്മൾ ഈ ഹെയ്റ്റ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു നേതാവിന് വേണ്ടിയിട്ട് മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു, CPMകാരും BJPക്കാരും പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന ആ പ്രവണതയ്ക്ക് നമുക്ക് അവസാനമുണ്ടാക്കണം. കാരണം ഈ നേതാക്കന്മാരെ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തോളിലേറ്റി നടത്തേണ്ടത് നമ്മളാണ്. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം CPMകാർ തിരിച്ചു പറഞ്ഞാൽ അവരുടെ ജോലി എളുപ്പമാകും. അതുകൊണ്ട് നമ്മൾ 10 വർഷമായി കാത്തിരുന്നൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. തെരുവിൽ സമരം ചെയ്ത ആളുകളാണ് നമ്മൾ, അടികൊണ്ട ആളുകളാണ് ഞങ്ങൾ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ബസ് ഇങ്ങനെ പോയ വഴിക്ക് അത്രയും കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഘം സഹപ്രവർത്തകർ എനിക്കുണ്ട്. ഒരുപാട് കേസുകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാം കൂട്ടായ്മയുടെ വിജയമാണ്, ജനങ്ങൾ നമുക്ക് സമ്മാനിച്ച വിജയമാണ്. ഈ പാർട്ടി അങ്ങനെ തെറ്റ് ചെയ്യുന്നൊരു പാർട്ടിയല്ല. നമ്മൾ ചില ആളുകൾ വാദത്തിന് വേണ്ടി പറഞ്ഞു KC വേണുഗോപാൽ ഹൈക്കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മധ്യപ്രദേശും രാജസ്ഥാനും ആവർത്തിക്കും. സത്യത്തിൽ എന്താ മധ്യപ്രദേശും രാജസ്ഥാനും സംഭവിച്ചത്? ഇതിനു മുൻപ് പറയാഞ്ഞത് അന്നേരം KC പക്ഷം പിടിക്കുകയാണെന്ന് നിങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ടാണ്. രാജസ്ഥാനിൽ സത്യത്തിൽ ഹൈക്കമാൻഡിന് താല്പര്യം സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ രാജസ്ഥാനിലെ മഹാഭൂരിപക്ഷം ആളുകളും അവിടുത്തെ MLA മാരും പറഞ്ഞു അല്ല, അശോക് ഗെഹ്ലോട്ടാണ് ശരിയെന്ന്. പാർട്ടി അതിനോടൊപ്പം നിന്നു. അതായിരുന്നു സത്യം. കാരണം സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചു.
അധികാരമില്ലാത്തപ്പോഴും അശോക് ഗെഹ്ലോട്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായി തുടരുന്നു. മധ്യപ്രദേശിൽ ഹൈക്കമാൻഡിന് താല്പര്യം ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നു മുഖ്യമന്ത്രിയാകണം എന്നായിരുന്നു. പക്ഷെ അവിടുത്തെ MLA മാരും പാർട്ടി പ്രവർത്തകരും പറഞ്ഞു അല്ല, കമൽനാഥ് ആകണം. അവരായിരുന്നു ശരി. കാരണം അധികാരം കിട്ടാത്തപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ പാർട്ടി വിട്ട് BJP-യിൽ പോയി ഹേറ്റ് പൊളിറ്റിക്സ് പറയുകയാണ്. പാർട്ടി വിട്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ട് പോകുന്നവന്മാരെ ഏതെങ്കിലും ഒരു സ്ഥാനം ഏൽപ്പിക്കാത്തതിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോകട്ടേന്നേ, തോറ്റു തുന്നം പാടിയാലും ഈ പാർട്ടി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന കുറെ മനുഷ്യന്മാരില്ലേ, അവരുടേതാണ് ഈ പാർട്ടി. കേരളത്തിലും ഹൈക്കമാൻഡ് ഏറ്റവും യുക്തമായ തീരുമാനമെടുത്തു. ഒരാളും സ്വാധീനിക്കാൻ പോയില്ല. കേരളത്തിലെ പോപ്പുലർ ഡിമാൻഡായി വന്ന ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാകുക എന്ന ഡിമാൻഡ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമ്പോൾ ആ ഹൈക്കമാൻഡിന്റെ പാർട്ടി KC വേണുഗോപാൽ ഉണ്ട്. ആ KC വേണുഗോപാൽ 2 കൈയും നീട്ടിയ തീരുമാനത്തെ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തല VD സതീശനോടൊപ്പം പരിഗണിക്കപ്പെട്ട ആളാണ്. VD സതീശൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആളാണ്. ആ രമേശ് ചെന്നിത്തലയാണ് VD സതീശന് പിന്തുണയുമായിട്ടുള്ള കത്ത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർക്ക്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സൗന്ദര്യം, ബ്യൂട്ടി ഓഫ് അവർ ലീഡർഷിപ്പ്. അതുകൊണ്ട് ആ ട്രൂ സ്പിരിറ്റ് നമ്മളും ഉൾക്കൊള്ളണം. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിക്കാരൻ്റെ അഭ്യർത്ഥനയാണ്. നമ്മൾ കാത്തിരുന്ന വിജയമാണ്. ഇനിയെങ്കിലും നമുക്കിത് ആഘോഷിച്ചു തുടങ്ങണം. നമസ്കാരം.